ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. ഇത് സാധാരണ എല്ലാവരും കടകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമുക്കിത് വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. ഉപ്പേരി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 പച്ച ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഏത്തക്കയെല്ലാം പൊളിച്ചൊന്ന് വെള്ളത്തിലിടാവേ. 2 വശവും ഇതുപോലെ കണ്ടിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരയണം. വരഞ്ഞിട്ട് പൊളിച്ചെടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ തൊലി നല്ലതാണ്. പയറിട്ട് തോരൻ വെക്കാൻ നല്ല സാധനമാണ് ഇത്. ഏത്തക്കായുടെ തൊലി ആരും കളയാറില്ല. അത് കറി വെക്കാൻ നല്ലതാണ്. ഇതുപോലെ ഏത്തക്ക പൊളിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടണം. നമ്മുടെ കായെല്ലാം പൊളിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ കറയൊന്ന് കളഞ്ഞെടുക്കാം. അതിന് ഞാൻ ഇതാ ഉപയോഗിക്കുന്നത്. ഇത് പുതിയതാണ്. ഇനി ഇത് ഇത്രയും ഇല്ലെങ്കിൽ നല്ല തുണിയാണേലും ഇട്ട് ഇങ്ങനെ തേച്ച് ഇതിൻ്റെ കറ നന്നായിട്ട് കളഞ്ഞ് എടുക്കണം. അപ്പം ഇതിൻ്റെ കറയെല്ലാം ഞാൻ തേച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഒരു തുണിയോ അല്ലെങ്കിൽ നല്ല പേപ്പറോ ഇട്ട് തുടച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വെള്ളം ഒട്ടും കാണരുത്. തുടച്ച് വെക്കണം നന്നായിട്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കായ അരിഞ്ഞു വെക്കാം. കായയുടെ വലിപ്പത്തെ ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെക്കണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ വലിപ്പം. കായ ഒത്തിരി നേരം അരിഞ്ഞു വെച്ചേക്കരുത്. കായ പൊട്ടിപ്പിടിച്ച് പോകും. ഒത്തിരി തീരെ നൈസായിട്ട് വരികരുത്. ഒരു ലേശം കനത്തി. തീരെ നൈസായിട്ട് അരിഞ്ഞാലും അങ്ങ് ഒട്ടിപ്പിടിച്ച് വല്ലാതെ ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് പോരത്തില്ല. ഇപ്പം ഞാൻ 2 കായ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പേ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. തിളപ്പിക്കണം. എണ്ണ തിളപ്പിക്കണം. നമുക്കൊരു 3/4 കിലോ എണ്ണയോളം ഒഴിക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അന്നേരം നമുക്ക് ബാക്കി കായും കൂടെ അരിഞ്ഞു വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കായ ഒരുപാട് നേരം അരിഞ്ഞു വെച്ചേക്കാൻ പറ്റത്തില്ല. അത് ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് എണ്ണ ഇപ്പം തിളച്ച് വരും. അന്നേരം നമുക്ക് ഇതിടണം. അപ്പം നമ്മുടെ കായെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കായെല്ലാം അരിഞ്ഞു വെച്ച സമയം കൊണ്ട് നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് എണ്ണ തിളച്ച് നിൽക്കുക. ആ തിളച്ച് നിൽക്കുന്നതിനകത്തോട്ടേ നമുക്ക് കായ ഇടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കായ ഒട്ടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് പയ്യെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ട് കായ ചൂടായി കഴിയുമ്പം ഈ ഒട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് വിട്ടു വരും. ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ചേർക്കാറാവുമ്പോൾ ഞാൻ കാണിക്കാം. കായെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയത്തിൽ വെക്കാം. കായ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പയ്യെ ഒന്ന് പിടിച്ച് ഇട്ടാൽ മതി. ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ദേഹത്ത് എണ്ണയൊന്നും വീഴാതെ സൂക്ഷിച്ചോണം. കായ മേടിക്കുന്ന സമയത്ത് ഒരുപാട് പൊട്ട് കായും ആകരുത്. ഒരുപാട് അങ്ങ് വിളഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരുപാട് വിളഞ്ഞ കായ്ക്ക് ഒരു മധുരവും വരും. ചില ആൾക്കാർക്ക് മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇല കണ്ട് നിന്നാണ്. അപ്പം കായെല്ലാം ഒട്ടിയതെല്ലാം വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ശകലം കൂട്ടി വെക്കാം. അപ്പം നമ്മുടെ കായയുടെ മൂപ്പ് 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒത്തിരി കടുപ്പത്തിൽ വേണ്ട. ഞാൻ ആ ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കിടന്ന് ശകലം കുറച്ച് നേരം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂക്കട്ടെ. നമ്മൾ കാ വറക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കായൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. നല്ല കിരിയിലാന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ കായെല്ലാം മൂപ്പിച്ച് ഞാൻ കോരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പൊടിയുന്ന പരുവത്തിലാവുമ്പോൾ കോരിയെടുക്കണം. ഇതുപോലെ ബാക്കി ഇരിക്കുന്ന കായും കൂടെ ഇതുപോലെ ആ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് വറുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.